കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസികളിൽ ഇപ്പോൾ ഞാൻ പറയട്ടെ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് നാദിർ ഷാ. സാങ്കേതിക സഹായം ശരത് ആലാബ്സ്. ഹായ്, നമസ്കാരം പ്രിയ ശ്രോതാക്കളെ. ഞാൻ നാദിർ ഷാ. അഖോനി ബോറ എന്ന ഒരിനം അരിയെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? എന്താണ് ഈ അരിയുടെ പ്രത്യേകത എന്നറിയാമോ? എന്നാൽ ഞാൻ പറയട്ടെ. റെഡി ടു ഈറ്റ് റൈസ് എന്നാണ് അഖോനി ബോറ അറിയപ്പെടുന്നത്. 3/4 മണിക്കൂർ പച്ചവെള്ളത്തിലിട്ടാൽ അരി ചോറായി മാറും. ചൂടുവെള്ളത്തിലാണെങ്കിൽ 1/4 മണിക്കൂർ മതി. അതുകൊണ്ട് യാത്രകളിലും മറ്റും വളരെ ഉപകാരപ്രദമാണ് ഈ നെല്ലിനം. അസമിൻ്റെ ചില ഭാഗങ്ങളിൽ ജൂണിൽ ആരംഭിച്ച് ഡിസംബറിൽ അവസാനിക്കുന്ന നെൽകൃഷിയുടെ ഏറ്റവും ചൂടേറിയതും കഠിനമായതുമായ കാലഘട്ടത്തിൽ കർഷകർ ഉപയോഗിക്കുന്ന അരിയാണ് ഇത്. അസമിലെ ആദിവാസി വിഭാഗമാണ് ഈ അരി ഉപയോഗിക്കുന്നത്. എന്നാൽ ഇപ്പോഴിതാ അസമിൽ നിന്നും കോഴിക്കോട് വെള്ളന്നൂർ എത്തിയിരിക്കുകയാണ് ഈ അഖോനി ബോറ. ചാത്തമംഗലം വെള്ളന്നൂരിലെ കരിക്കിനാരി സുനിൽകുമാറാണ് വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ പ്രചാരത്തിലുള്ള അഖോനി ബോറ നെല്ല് വിജയകരമായി കൃഷി ചെയ്തത്. ഒരു കൃഷി ഓഫീസർ സാമൂഹിക മാധ്യമത്തിലിട്ട പോസ്റ്റിൽ നിന്നാണ് അഖോനി ബോറയെക്കുറിച്ച് അദ്ദേഹം കേൾക്കുന്നത്. തുടർന്ന് വിത്ത് സമ്പാദിക്കാൻ ശ്രമം തുടങ്ങി. അസമിൽ ജോലി ചെയ്യുന്ന ബന്ധു 1 വർഷം മുമ്പ് വിത്ത് അയച്ചു കൊടുത്തു. അഖോനി ബോറ ഇനത്തിലെ അരി പെട്ടെന്ന് വേവുന്നതിന് കാരണം ഇവയിലെ അമിലോസിന്റെ അളവാണ്. സാധാരണ അരികളിൽ അമിലോസ് 20 മുതൽ 25% വരെ ഉണ്ടാകാം. എന്നാൽ ഈ പ്രത്യേക അരിയിൽ ഇത് 5%-ത്തിലും കുറവായാണ് കാണപ്പെടുന്നത്. 1 ഹെക്ടറിൽ 4 ടണ്ണിലധികം നെല്ല് തരുന്ന ഈ ഇനത്തിലെ അരി 140-ലധികം ദിവസം മൂപ്പ് വരുന്നവയാണ്. ലഡാക്ക് പോലുള്ള പ്രദേശങ്ങളിലും സൈനികർക്കും ഉപയോഗിക്കാനാവുന്ന ഒരു നെല്ലിനം കൂടിയാണ് ഇത്. എന്നാൽ അരി നന്നായി കഴുകി ഉപയോഗിച്ചില്ലെങ്കിൽ ആരോഗ്യത്തിന് പ്രശ്നമായി വന്നേക്കാം. കാരണം അരി വേവിക്കുമ്പോൾ അണുക്കൾ നശിക്കുന്ന പോലെ പച്ചവെള്ളത്തിലിട്ട് വെച്ച് കുതിർക്കുന്ന അരിയിൽ നിന്ന് മാലിന്യം പോകുന്നത് കുറവായിരിക്കും. വേവിക്കേണ്ട ആവശ്യമില്ലാത്തത് കൊണ്ട് തന്നെ ഈ പ്രത്യേക അരിക്ക് ആവശ്യക്കാരും ഇപ്പോൾ ഏറി വരികയാണ്. യാത്രകളിലും മറ്റും നിങ്ങൾക്ക് ചോറ് നിർബന്ധമാണെങ്കിൽ ഇനി 2 പിടി അഖോനി ബോറ അരിയെയും കൂടെ കൂട്ടാം. കാരണം നിലവിൽ ആശ്രയിക്കുന്ന കപ്പ് നൂഡിൽസിനേക്കാൾ കപ്പ് റൈസ് വളരെ ഉത്തമമാണ്. 10.73% ഫൈബറും 6.8% പ്രോട്ടീനും അടങ്ങിയിട്ടുള്ള നെല്ലിനം ജൈവവളങ്ങളെയാണ് ഇതിന് താല്പര്യം. അതായത് രാസവളങ്ങൾ ഉപയോഗിച്ചാൽ ഇത് വളരില്ല എന്ന് പറയപ്പെടുന്നു. അരി വെള്ളത്തിലിട്ട് കുതിർത്ത് ചോറാക്കി കഴിഞ്ഞാൽ പാലോ തേനോ ശർക്കരയോ യോഗർട്ടോ അങ്ങനെ ഏത് കോംബോ ആക്കിയും നമുക്ക് കഴിക്കാവുന്നതാണ്. അഖോനി ബോറ അരി ശരിക്കും പറഞ്ഞാൽ പുതിയ ഒരിനം അരിയാണെന്ന് പറയാനാവില്ല. അസമിലെ ജനങ്ങൾ വിശേഷ ദിവസങ്ങളിൽ രുചിയേറിയ നിരവധി വിഭവങ്ങൾ ഉണ്ടാക്കാൻ ഈ അരി ഉപയോഗിക്കുന്നു. കൂടാതെ ഇവിടുത്തെ ജനപ്രിയ പ്രഭാത ഭക്ഷണമായ ജോൾപാൻ ഉണ്ടാക്കാനും ഈ സവിശേഷ അരിയാണ് തിരഞ്ഞെടുക്കുന്നത്. അഖോനി ബോറ കൃഷി ചെയ്യുമ്പോൾ രാസവളമോ കീടനാശിനിയോ ഉപയോഗിക്കാൻ പാടില്ല. വേവിക്കാതെ തയ്യാറാക്കുന്ന ചോറായതിനാൽ ഇതിൻ്റെ അംശം ഉണ്ടാകുന്നതിനാലാണ് അത്. തണുപ്പുള്ള പ്രദേശങ്ങളിൽ വളരുന്ന ഇനമാണെങ്കിലും ഇത് ഇപ്പോൾ എല്ലാ സ്ഥലങ്ങളിലും കൃഷി ചെയ്യാൻ കഴിയുന്നു. അഖോനി ബോറ കട്ടക്കിലെ സെന്റർ ഫോർ റൈസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടാണ് വികസിപ്പിച്ചെടുത്തത്. കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസികളിൽ നിങ്ങൾ ഇതുവരെ കേട്ടത് ഞാൻ പറയട്ടെ. തയ്യാറാക്കി അവതരിപ്പിച്ചത് നാദിർ ഷാ. സാങ്കേതിക സഹായം ശരത് ആലാബ്സ്.